കാഞ്ഞങ്ങാട് നഗരത്തിൽ മുതിർന്ന പൌരന്മാർക്ക് പകൽ വിശ്രമ കേന്ദ്രം പണിയണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കാഞ്ഞങ്ങാട് ബ്ലോക്ക് സമ്മേളനം ആവശ്യപ്പെട്ടു. കാരാട്ടുവയൽ പെൻഷൻ ഭവനിൽ വെച്ച് നടന്ന സമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുജാത ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് സമ്മേളനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പെട്ടെന്ന് ഒന്നും പറയാൻ കിട്ടാത്ത അവസ്ഥ. കാരണം നമുക്കറിയാം, നമ്മുടെ സമ്മേളനങ്ങളൊക്കെ നടക്കുന്നത് നമ്മുടെ കഴിഞ്ഞ കാല പ്രവർത്തനങ്ങളെ കുറിച്ച് വിലയിരുത്താനും അതുപോലെ തന്നെ പുതിയ കാലത്തിലേക്ക് പോകുമ്പോൾ ആവശ്യമായ ഒരു രീതിയിൽ പ്രവർത്തനം ചിട്ടപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് നമ്മുടെ സമ്മേളനങ്ങളൊക്കെ നടത്തുന്നത്. നേരത്തെ മാഷയോട് ചോദിക്കുമ്പോൾ വർഷം കൊണ്ടോറും നടത്തുന്ന സമ്മേളനം ആണ് അറിയാൻ കഴിഞ്ഞത്. നമ്മുടെ പെൻഷനേഴ്സ് യൂണിയൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ കേരള രൂപീകരണത്തോടെ ഒപ്പം രൂപീകരിച്ച ഒരു സംഘടന എന്ന രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ്. ഒരു ഒട്ടേറെ കാലം സർവീസിൽ ഇരുന്നുകൊണ്ട് പിന്നീടുള്ള ജീവിതം നമ്മുടെ വികസന പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ നാടിൻ്റെ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നമ്മുടെ മുമ്പിലിട്ട പ്രവർത്തനങ്ങൾക്കൊക്കെ വേണ്ടി വിനിയോഗിക്കുന്നവരാണ് നിങ്ങളൊക്കെ. ഒട്ടേറെ അറിവുകൾ പല മേഖലകളിൽ ജോലി ചെയ്തതുകൊണ്ട് തന്നെ ഒട്ടേറെ അനുഭവ സമ്പത്തും പരിചയ സമ്പന്നതയും കൊണ്ട് അറിവുകൊണ്ട് ഏറ്റവും കൂടുതൽ ഉന്നത നിലയിൽ നിൽക്കുന്നവരാണ് പല പെൻഷനേഴ്സുകൾ. നമുക്കറിയാം, നമ്മുടെ സംഘടന ഒട്ടേറെ പോരാട്ട സമരങ്ങളിലൂടെ നേടിയെടുത്ത നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച സംഘടനയാണ്. ബി പരമേശ്വരൻ അധ്യക്ഷത വഹിച്ചു. കെ വി ഗോവിന്ദൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കെ ചന്ദ്രശേഖരൻ പ്രവർത്തന റിപ്പോർട്ടും വി സുരേന്ദ്രൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. എസ് ഗോപാലകൃഷ്ണൻ, പി രാമചന്ദ്രൻ മാസ്റ്റർ, പി വി നിർമ്മല, വി വി ബാലകൃഷ്ണൻ, പി വി കമലാക്ഷി എന്നിവർ സംസാരിച്ചു. കെ രവിവർമ്മൻ സ്വാഗതവും വി കുഞ്ഞികൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണവും പ്രേമലത പ്രമേയവും അവതരിപ്പിച്ചു. കെ വി കുഞ്ഞികൃഷ്ണൻ നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.